ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന്റെ റിസൾട്ട് വന്നു. നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ എല്ലാവരും വിശംസിക്കുന്ന ഒരു സന്ദർഭമാണിത്. ഇതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ആടുജീവിതത്തിന് ഒന്നും തന്നെ കിട്ടിയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഈ ഒരു എഫേർട്ടിനെ പറ്റിയാണ്. എന്ത് എഫേർട്ട്? നമ്മുടെ പൃഥ്വിരാജ് ഈ നജീബിന് വേണ്ടി എടുത്ത എഫേർട്ട്. ഞാനിപ്പോൾ ഒരു ജിം ട്രെയിനറാണ്. അപ്പോൾ ജിം ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ പൃഥ്വിരാജ് എടുത്ത എഫേർട്ട് അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എഫേർട്ട് തന്നെയാണ്. കാരണം നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടാലും അതേപോലെ മൊബൈലിൽ ഇരുന്ന് കണ്ടാലും നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കണ്ണിൽ നിന്ന് തന്നെ വെള്ളം പോകുന്ന ഒരു നിമിഷമായിരുന്നു ആ പൃഥ്വിരാജ് ആ മരുഭൂമിയിൽ അവസാനം ആ മരുഭൂമി ഓടി രക്ഷപ്പെടാൻ നേരത്ത് പൃഥ്വിരാജ് സ്വന്തം ഷർട്ട് ഊരി മാറുന്നൊരു രംഗം. ആ രംഗത്ത് പൃഥ്വിരാജിന്റെ ശരീരം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അത്രത്തോളം ആ സ്വന്തം ബോഡിയിൽ ചലഞ്ച് ചെയ്ത് ആ ഒരു യഥാർത്ഥ ഒരു നജീബിന്റെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാണ് പൃഥ്വിരാജ്. അപ്പൊ ഞാനൊരു ട്രെയിനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ജിമ്മിൽ ഒരു ക്ലയൻസ് വന്ന് പറയുമെങ്കിൽ ബോഡി ഫാറ്റ് കുറയ്ക്കണം, അതുപോലെ ഇന്ന റിസൾട്ട് വേണം, അങ്ങനെയൊക്കെ പല ക്ലയൻസ് വരുമ്പോൾ നമ്മളെ ക്ലയൻസിനെ ഓരോ കാര്യങ്ങൾ നിർദ്ദേശിച്ച് അവർക്ക് ഡയറ്റും അതുപോലെ പ്രോപ്പർ വർക്കൗട്ടും എല്ലാം കൊടുത്ത് നല്ല റിസൾട്ട് നമ്മൾ എത്തിക്കും. അപ്പൊ അവരെടുക്കുന്ന എഫേർട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ ഞങ്ങൾ കാണിക്കുന്ന ഒരു എഫേർട്ട്. അപ്പൊ ഈ ഒരു എഫേർട്ട് എല്ലാം ഇതിനെല്ലാം കഠിനാധ്വാനത്തിന്റെ പിന്നിൽ പൃഥ്വിരാജ് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു സിനിമയിൽ ആ ഒരു രംഗത്തിന് എത്തിച്ചത്. ഇപ്പൊ ഒരു നിമിഷമെങ്കിലും ആ ഒരു മിനിറ്റിലെങ്കിലും പൃഥ്വിരാജ് എടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ. ആ എഫേർട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എഫേർട്ട് തന്നെയാണ്. അതായത് മാസങ്ങളോളം ട്രെയിനിങ്ങും അതെല്ലാം ചെയ്താണ് പൃഥ്വിരാജ് അത്രയും ഫാറ്റ് റെഡ്യൂസ് ചെയ്ത് സ്വന്തം ബോഡി, അതായത് നമ്മൾ ജിമ്മിൽ പോകുന്നു എന്നുള്ള ബോഡി പോലും ആക്കാത്ത രീതിയിൽ സാധാരണ ഒരു നമ്മൾ എവിടെയെങ്കിലും അകപ്പെട്ടു പോയാൽ നമ്മൾ ഫുഡൊന്നും കിട്ടാത്ത അകപ്പെട്ടു പോയി എങ്ങനെ മെലിഞ്ഞു ഉണങ്ങി പട്ടിണി കിടന്ന് പട്ടിണിയായി ദാരിദ്ര്യമായുള്ള ഒരു ശരീരം ആക്കി എടുത്തിരിക്കുകയാണ് പൃഥ്വിരാജ് ആ ഒരു സിനിമയിൽ എഫേർട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ടും പൃഥ്വിരാജിന് ഒരു പുരസ്കാരം കിട്ടിയില്ല എന്ന് പറയുന്നതിന് ഏറ്റവും വളരെ വിഷമകരമായ നിമിഷമാണ് ഞാനും ഇന്ന് കേരള സമൂഹവും നമ്മൾ നേരിടുന്നത്. ഞാൻ ഈ എഫേർട്ട് കാര്യം പറഞ്ഞ വേറെ ഒന്നിനുമല്ല, ഞാൻ ഒരു ജിം ട്രെയിനർ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ എഫേർട്ടിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഏഹ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ വേറെ ഒന്നുമല്ല. ഇപ്പൊ പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ ഫാൻസുകാരും അവരുടെ അതായത് പൃഥ്വിരാജിന്റെ ഒഫീഷ്യൽ ടീംസ് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് വേറെ ഒന്നുമല്ല, അത് പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു ദേശീയ പുരസ്കാരത്തിന് നിങ്ങളുടെ മികവിനെ നിർവചിക്കാനാവില്ല എന്നാണ് അവർ പറഞ്ഞത്. കാരണം അത്രത്തോളം തന്നെയാണ്. ഒരു 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 സത്യം പറഞ്ഞാൽ ഒരു അവാർഡിലൊന്നും ഒന്നുമല്ല, സ്വന്തം ജീവിതം പണയം വെച്ചുള്ള ഒരു സിനിമയായിരുന്നു പൃഥ്വിരാജ് ആടുജീവിതത്തിൽ കാണിച്ചത്. ഞാനിവിടെ പൃഥ്വിരാജിനെ പൊക്കി പറഞ്ഞതെന്നല്ല, ഇതുപോലെ ഒരുപാട് ആക്ടേഴ്സ് ഇതുപോലെ ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ മുന്നേ കണ്ട തമിഴ് സിനിമ എന്ന സിനിമയിൽ വിക്രം കാണിച്ച ആ ഒരു ബോഡി ഡെഡിക്കേഷൻ, ഇതെല്ലാം ആക്ടേഴ്സ് കാണിക്കുന്ന എല്ലാം നല്ല നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനെന്ന് പറഞ്ഞാൽ കേരള സമൂഹത്തിന്റെ ചെറിയൊരു വിഷമം തോന്നിയ നിമിഷത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇനിയെങ്കിലും ഈ ദേശീയ പുരസ്കാരങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് നല്ലതെന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു.